السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل وسلم وبارك على رسولك النبي الأمي وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ സാഹിബ്, ഈ സമ്മേളനത്തിൻ്റെ മജ്‌ലിസുന്നൂറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മജ്‌ലിസുന്നൂർ എന്ന ആത്മീയ സംവിധാനത്തിൻ്റെ സംസ്ഥാന അമീറും സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും ശൈഖുന ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യന്മാരിൽ നമുക്കിന്ന് നേതൃത്വം നൽകുന്ന ഗുരുനാഥന്മാരുടെ ഗുരുനാഥനുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒളവണ്ണ ഉസ്താദ് അവറുകൾ, മറ്റു പ്രഗത്ഭരായ നിരവധി നേതാക്കൾ ഈ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനകം മജ്‌ലിസുന്നൂറിനും ദുആക്കും നേതൃത്വം നൽകാൻ സയ്യിദ് OMS തങ്ങൾ നിലാമി മേലാറ്റൂർ മഹാനവറുകൾ ഇവിടെ എത്തിച്ചേരും. ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട OTM സൈനി ഉൾപ്പെടെയുള്ള ത്വാഹായമാനി ഉൾപ്പെടെയുള്ള നമ്മുടെ ഏത് കാര്യത്തിലും നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട എഞ്ചിനീയർ മാമുക്കോയ ഹാജി ഉൾപ്പെടെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ ഹംസക്കോയ സാഹിബ് ഉൾപ്പെടെയുള്ള ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുത്തഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടി ഓൺലൈൻ സംവിധാനത്തിലൂടെ വിവിധ മേഖലകളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അൽഹംദുലില്ലാ, തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അതാത് കാലഘട്ടത്തിൻ്റെ സന്ദർഭങ്ങളും ആവശ്യവും അനുസരിച്ച് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ യോഗ്യരായ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ നേതാക്കൾ ഓരോ കാലഘട്ടത്തിലും കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നൂറ്റാണ്ടിൻ്റെ ഇതിഹാസ പുരുഷനായി ഏറെക്കുറെ അരനൂറ്റാണ്ട് കാലത്തിലധികം ബഹുമാനപ്പെട്ട സമസ്ത എന്ന ആത്മീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ ശൈഖുന ശംസുൽ ഉലമ ഇൽമും അദബും ആത്മീയമായ അസ്റാറുകളും അതൊക്കെ നൽകി പാകപ്പെടുത്തി വളർത്തിയെടുത്ത നേതാക്കളാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ. ബഹുമാനപ്പെട്ട തങ്ങളാണ് മജ്‌ലിസുന്നൂർ എന്ന ഈ ഒരു ആത്മീയ സംവിധാനത്തിന് ഇന്ന് ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ നടന്നു വരുന്ന നമ്മുടെ ഈ ആത്മീയ ദാഹം തീർക്കുന്ന പുണ്യമായ മജ്‌ലിസിന് അസ്ഥിവാരമിട്ടത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശംസുൽ ഉലമയുടെ അരുമ ശിഷ്യനായി വളർന്ന് ഇന്ന് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു. അപ്പോൾ ആ ഒരു ആത്മീയമായ ധാര, ആ ഒരു ആത്മീയമായ കൈവഴികൾ ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന നമ്മുടെ മഹാരഥന്മാരായ ഗുരുനാഥന്മാർ, അവരെ ശൈഖുന ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും കോട്ടുമല ഉസ്താദും ഒക്കെ വർഷങ്ങളോളം പാകപ്പെടുത്തി അവർക്ക് ഇൽമും തർബിയത്തും തസ്കിയത്തും നൽകി ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി സമ്മാനിച്ചവരാണ്. അവരുടെ നേതൃത്വത്തിൽ ഈ ആത്മീയമായ മുന്നേറ്റവുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ
അതിൻ്റെ 100-ാം വാർഷികത്തിന് ഏതാനും മാസങ്ങൾ, ദിവസങ്ങൾ മാത്രം നമ്മൾ എണ്ണി കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ ദീനിയായ ഇൽമ്, ദീനിയായ അറിവ്, അത് കൃത്യമായി നിലനിൽക്കലാണ്. ഇൽമ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? ആ ഇൽമിന് സേവനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമസ്ത. സമസ്ത ഉലമാക്കളുടെ സംഘടനയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ഉലമാക്കളുടെ സൂര്യ തേജസ്സായിട്ടാണ് ശൈഖുന ശംസുൽ ഉലമ അറിയപ്പെട്ടത്. ഉലമാക്കളിൽ പ്രഭ പരത്തുന്ന സൂര്യൻ. ആ ഉലമാക്കളുടെ നായകനായിട്ടാണ് ഇന്ന് സയ്യിദുൽ ഉലമ അറിയപ്പെടുന്നത്. ഉലമാ അവരാണ് ഏത് കാലഘട്ടത്തിലും ഈ ഉമ്മത്തിനെ നയിക്കുന്നത്. കാരണം ദീനിയായ അറിവ്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ് എന്ന് ഷഫീഉനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമില്ലാതായാൽ അവിടെ ജാഹിലിയത്ത് ഉണ്ടാകും, ജഹാലത്ത്. അത് വളർന്നാൽ ദീനുൽ ഇസ്ലാം നശിച്ചു പോകും, മരിച്ചു പോകും. ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ്. ആ ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യലും, ഇൽമിന് വേണ്ടി പ്രവർത്തിക്കലും, ഇൽമിന് വേണ്ടി സദഖ ചെയ്യലും, ഉലമാക്കളെ സ്നേഹിക്കലും, അതാണ് ദീനിന്റെ ഏറ്റവും വലിയ അടിത്തറ. നിസ്കാരത്തെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ തൂണാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സലാത്തു ഇമാദുദ്ദീൻ. ദീൻ നിലനിൽക്കുന്ന അതിന്റെ പില്ലറുകൾ, അതിന്റെ തൂണുകളാണ് നിസ്കാരം. ഇൽമിനെ കുറിച്ച് പറഞ്ഞപ്പോഴോ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ. നിസ്കാരത്തെക്കാൾ കുറച്ചുകൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടെ മുത്തുനബി നൽകി. ഇൽമ് അതും പരിശുദ്ധമായ ദീനിന്റെ തൂണാണ്, ദീനിന്റെ പില്ലറാണ്. ദീൻ നിലനിൽക്കാൻ ഇൽമ് വേണം. അത് മാത്രമല്ല, ദീനിന്റെ ജീവൻ കൂടിയാണ് ഇൽമ് എന്ന് നിസ്കാരത്തെക്കാൾ വലിയ മഹത്വം ഇൽമിന് പറഞ്ഞു. ഉലമാ ഇവിടെ നിലനിൽക്കണം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉലമാ. അതുകൊണ്ട് ഉലമാ എന്നത് 1,24,000 അംബിയാക്കൾ. ആ അംബിയാക്കളുടെ നേതാവും അവ്വലുൽ അംബിയാവും ഖാതിമുൽ അംബിയാവുമായ ആഖിറുൽ അംബിയാവുമായ ഷഫീഉനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും, ഈ അംബിയാക്കളിൽ നിന്ന് അനന്തരമെടുത്ത അനന്തരാവകാശികളായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടത് ഉലമാ. അവർ ഈ ഉമ്മത്തിന് വഴി കാണിക്കണം. ആലിമീങ്ങളെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ പിൻപറ്റണം. അതല്ലേ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം? അതല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ താവഴി? ആലിമീങ്ങളെ, ഇൽമുള്ള ആളുകളെ, അവരെ ഏത് കാര്യത്തിനും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിയമങ്ങളും അവരുടെ നിയന്ത്രണങ്ങളും അതനുസരിച്ച് ഒരു ജനത ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അപകടങ്ങളും ആപത്തുമില്ലാതെ ഒരു സമുദായത്തിന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുക. ആ ഒരു പരമ്പരയാണ് സമസ്തയുടെ പരമ്പര. ആ ഒരു വഴിയാണ് സമസ്തയുടെ വഴി. മഹാനായ ഷഫീഉനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. എന്റെ ഉമ്മത്തിലെ ഉലമാ ബനൂ ഇസ്രായേലികളിലെ നബിമാരെ പോലെയാണ്. അതെന്തൊരു വർത്തമാനമാണ്! ബനൂ ഇസ്രായേലികളിൽ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം അനുസരിച്ച് ഏറെക്കുറെ 1,00,000 അല്ലെങ്കിൽ 1,00,000 ചില്ലറ എന്ന് പറയാവുന്ന വിധം നബിമാര് വന്നത് ബനൂ ഇസ്രായേൽ പരമ്പരയിലാണ്. അവരിലെ നബിമാരെ പോലെയാണ് എന്റെ ഉമ്മത്തിലെ ഉലമാ എന്ന് ഷഫീഉനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരമ്പര അമ്പിയാക്കളുടെ അനന്തരാവകാശികളുടെ ബനൂ ഇസ്രായേലിൽ നബിമാരെ പോലെയുള്ള ഉലമാഇന്റെ പാരമ്പര്യം നമ്മുടെ കേരളത്തിൽ നിലനിർത്തിയത് ആരാണ്? കേരളത്തിലെ വഹാബികൾക്ക്, സലഫികൾക്ക്, അവർക്ക് ഏത് ഉലമാഇന്റെ പാരമ്പര്യമാണ് അവകാശപ്പെടാനുള്ളത്? അവർ അവസാനം എത്തിപ്പെടുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് വരെ. ചില കാര്യങ്ങളിൽ ഒരല്പം കൂടെ മുന്നോട്ട് പോയാൽ
ഇബ്നു തൈമിയ വരെ. ഇബ്നു തൈമിയയുടെ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ വഹാബികൾ സലഫികൾ അംഗീകരിക്കുന്നവരല്ല. കാരണം ഈ റബീഉൽ അവ്വൽ ആണല്ലോ ഈ മാസം, നബിദിനം ആഘോഷിക്കണം എന്നതാണ് ഇബ്നു തൈമിയയുടെ കാഴ്ചപ്പാട്. അത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ സലഫികൾ വഹാബികൾ അംഗീകരിക്കുന്നവരല്ലല്ലോ. അപ്പൊ അവർക്ക് പൂർണ്ണമായി ഇബ്നു തൈമിയയുടെ പാരമ്പര്യം പോലും അവകാശപ്പെടാനില്ല. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള, ഇവരൊക്കെ അല്ലേ കേരളത്തിലെ വഹാബികളുടെ പരമ്പര പറയാനുള്ളവർ? കേരളത്തിലാണെങ്കിലും കേരളത്തിലെ പുറത്താണെങ്കിലും സൗദിയിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും ഇവരുടെ പരമ്പരയെ ചെന്നെത്തുന്നത് അവസാനം ഒരു ഇബ്നു അബ്ദുൽ വഹാബ് വരെ. അതിനപ്പുറത്തേക്ക് വഹാബി ആശയങ്ങളുടെ, വഹാബി ഉലൂമുകളുടെ, സലഫി ആദർശങ്ങളുടെ നാരായ വേരുകൾ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അവിടെ കുറ്റിയറ്റ് അവസാനിക്കുകയാണ്. മൗദൂദികളുടെ പരമ്പരയോ മൗദൂദിയിൽ അവസാനിക്കുന്നു, അതിനപ്പുറമില്ല. മൗദൂദി പറഞ്ഞത് ഞാൻ പാരമ്പര്യത്തിന്റെ ചങ്ങല വലിച്ചു പൊട്ടിച്ചെറിയുന്നു എന്നതാണ്. അപ്പൊ മൗദൂദിക്ക് അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പരമ്പരയോ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ള ആലിമീങ്ങളുടെയോ നേതാക്കളുടെയോ ഒരു പരമ്പര അവർക്കും അവകാശപ്പെടാനില്ല. എന്നാൽ സുന്നികളായ നമുക്കോ ആരാണ് നമ്മുടെ നേതാക്കൾ? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ബിദ്അത്തുകാർക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാക്കൾ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാരാണ്, അഖീദയുടെ ഇമാമുമാരാണ്. 10 ലക്ഷം അതിലധികം ഹദീസുകൾ, ഹദീസിന്റെ സനദും ഹദീസിന്റെ മത്നും അങ്ങനെ മനപ്പാടമുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ള് ചെയ്ത മഹാപണ്ഡിതന്മാരാണ് സുന്നി നേതാക്കൾ, സുന്നികളുടെ നേതാക്കൾ. നിങ്ങൾ അകറ്റിയവരല്ലേ മദ്ഹബിന്റെ ഇമാമുമാർ? ഇമാം ഷാഫിഈ തങ്ങളെ, ഇമാം മാലിക് തങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഇമാം അബൂ ഹനീഫ തങ്ങളെ. മദ്ഹബിന്റെ ഇമാമുകളെ അംഗീകരിക്കാതെ മദ്ഹബിന്റെ ഇമാമുകളെ തള്ളിപ്പറഞ്ഞവരാണ് എല്ലാ വഹാബികളും മൗദൂദികളും ബിദ്അത്തുകാരും. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഒരു നേതാവിനെ നിങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച മുഹദ്ദിസുകൾ, ഹാഫിളീങ്ങളായ മുഹദ്ദിസീങ്ങൾ, ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഹാഫിള് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുർആൻ മനപ്പാടമാക്കിയവർ എന്ന അർത്ഥത്തിലല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഹാഫിള് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനപ്പാടമാക്കിയവരാണ്. ഖുർആൻ മാത്രമല്ല, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമാക്കിയ 10,000കണക്കിന് ഹാഫിളീങ്ങളായ മഹാപണ്ഡിതന്മാർ സുന്നികളുടെ നേതാക്കളാണ്. മഹാന്മാരായ ഓരോ കാലഘട്ടത്തിലും വന്ന മുജദ്ദിദുമാർ, ഓരോ നൂറ്റാണ്ടിലും നവോത്ഥാന നായകന്മാരായ മുജദ്ദിദുമാർ, 100 കണക്കിന് മുജദ്ദിദുമാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു മുജദ്ദിദ് ഞങ്ങളുടെ നേതാവാണ് എന്ന് വഹാബികൾക്കോ മൗദൂദികൾക്കോ ബിദ്അത്തുകാർക്കോ പറയാൻ കഴിയോ? സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം സമ്പന്നമാണ്. വലിയ വലിയ ആലിമീങ്ങളെ കൊണ്ട്, വലിയ വലിയ മുഫസ്സിരീങ്ങളെ കൊണ്ട്, വലിയ വലിയ മുഹദ്ദിസീങ്ങളെ കൊണ്ട്, വലിയ വലിയ മുജദ്ദിദീങ്ങളെ കൊണ്ട്, മുജത്തഹിദീങ്ങളായ ആലിമീങ്ങളെ കൊണ്ട് ഈ ഒരു നേതൃ പരമ്പര സുന്നികൾക്ക് മാത്രമേ അവകാശപ്പെടാൻ കഴിയൂ. കാരണം ഇവരെ ഒന്നും അംഗീകരിക്കാത്തവരാണ് ബിദ്അത്തുകാര്. ഇവരുടെ പാരമ്പര്യത്തെ അംഗീകരിക്കാത്തവരാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബുകാരനായിരുന്നു, സുന്നിയായിരുന്നു. മദ്ഹബ് അംഗീകരിക്കുന്നവരല്ലേ ഒരർത്ഥത്തിൽ അടിസ്ഥാനപരമായി സുന്നി എന്ന് പറയുന്നത്? കർമ്മശാസ്ത്രപരമായി, വിശ്വാസപരമായി അശ്അരി മാതുരീദി രണ്ടാലൊരു വഴി. അതുകൊണ്ട് നമ്മുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ സമ്പന്നമാണ്. ഇമാമു അഹ്ലി സുന്ന എന്നറിയപ്പെട്ട മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. നമ്മുടെയും ഇമാമാണ്. ഫിഖഹിയായി കർമ്മശാസ്ത്രപരമായി ഹംബലി മദ്ഹബിന്റെ ഇമാമാണെങ്കിലും വിശ്വാസപരമായി സുന്നത്ത് ജമാഅത്തിന്റെ ധാരയിലുള്ള സുന്നികളുടെ നേതാവാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുണ്ടായിരുന്ന മദ്ഹബിന്റെ ഇമാമുകളിൽ അവസാനക്കാരനായി വന്ന മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാണ് മഹാനവറുകൾ ഇമാമു അഹ്ലുസ് സുന്നയായത്? മഹാനവറുടെ സുന്നി നിലപാട്, ബിദ്അത്തുകാരോടുള്ള പ്രതിരോധം,
ആദർശത്തോടുള്ള പ്രതിബദ്ധത. ഇന്ന് പല ആളുകൾക്കുമുള്ള ആക്ഷേപം എന്താണ്? സമസ്തയെ സംബന്ധിച്ച്, സമസ്തയുടെ ഉലമാക്കളെ സംബന്ധിച്ച് ആദർശത്തിൽ കുറച്ച് കൂടുതൽ കണിശത കാണിക്കുകയാണ്. ബിദ്അത്തുകാരെ വല്ലാതെ എതിർക്കുകയാണ്, ബിദ്അത്തുകാരെ തുറന്നു കാണിക്കുകയാണ്. ഇന്ന് ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് പോകേണ്ട കാലഘട്ടങ്ങളിൽ ബിദ്അത്തിനെതിരെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് നടക്കേണ്ട കാലമല്ല എന്ന് പറഞ്ഞ് സമസ്തയുടെ ലക്ഷ്യത്തെയും സമസ്തയുടെ തീരുമാനങ്ങളെയും സമസ്തയുടെ നിലപാടുകളെയും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത ആദർശ വിഷയങ്ങളിൽ ഒരു കണിശമായ നിലപാട് സ്വീകരിക്കുന്നത്? അത് ഈ മുൻഗാമികളുടെ നിലപാടാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 18 മാസക്കാലം ജയിലിൽ കിടന്നു. എന്തിനു വേണ്ടി? രാവും പകലും പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ആ കാലഘട്ടത്തിലെ ബിദ്ഈ ഭരണകൂടത്തിന്റെ ചാട്ടവാറടിയേറ്റ് ലോകത്ത് മുഴുവനും ഇൽമു കൊണ്ട് നിറച്ച ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 18 മാസം ജയിലിൽ കിടന്നത് ആ കാലഘട്ടത്തിലെ മുഅ്തസിലി ബിദ്അത്തുകാർക്കെതിരെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ, മുഅ്തസിലികൾക്കെതിരെ കണിശമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ബിദ്അത്തുകാരോട് വാദപ്രതിവാദം നടത്തി, ഗണ്ണന പ്രസംഗങ്ങൾ നടത്തി. ശൈഖുനാ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും പാരമ്പര്യം അതല്ലേ? ആ പരമ്പരയാണ് അവരൊക്കെ സ്വീകരിച്ചത്. ഏത് കാലഘട്ടത്തിലും ബിദ്അത്ത് വെളിപ്പെട്ടാൽ, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ മൗനം പാലിച്ചാൽ അവർ ഇസ്ലാമിനോടും ഉമ്മത്തിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അതുകൊണ്ട് ഉലമാ ഏത് കാലഘട്ടത്തിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണം. ഇത് സമസ്തയെ പഠിപ്പിച്ചത്, ഇത് ഉലമാക്കളെ പഠിപ്പിച്ചത് കഴിഞ്ഞു പോയ മഹാന്മാരാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മൾ മനസ്സിലാക്കണം. എന്തേ 18 മാസം ജയിലിൽ കിടക്കാൻ കാരണം? ഖൽഖുൽ ഖുർആൻ വാദം, ഖുർആൻ മഖ്ലൂഖാണ് എന്ന വാദം, മുഅ്തസിലി വാദം, അതിന്റെ കൂടെ നിൽക്കാത്തതിന്റെ പേരിൽ ഖുർആൻ മഖ്ലൂഖല്ല എന്ന അഹ്ലുസുന്നയുടെ നിലപാട് തെളിവ് സഹിതം കൃത്യമായി സമർത്ഥിച്ചതിന്റെ പേരിൽ അന്നത്തെ ബിദ്ഈ ഭരണകൂടം മഹാനവറുകളെ തുറുങ്കിലടച്ചു, കഷ്ടപ്പാട് അനുഭവിച്ചു. ബഹുമാനപ്പെട്ടവരുടെ നിലപാട് എന്തായിരുന്നു? മഹാനവറുകൾ ഒരിക്കൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ്, ജയിൽ അടക്കപ്പെടാതെ സ്വതന്ത്രമായ ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെടുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ സ്വതന്ത്രനായി നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. മഹാനവറുകൾ 3 ദിവസം പട്ടിണി കിടന്ന്, തുടർച്ചയായ പട്ടിണി, ഒരു ഭക്ഷണവും കഴിക്കാതെ. കാരണം ഇവരുടെ ഉപരോധമാണ്, പട്ടിണിക്കിടുകയാണ്. അങ്ങനെയാണല്ലോ ശത്രുക്കൾ, സാമ്രാജ്യത്വ ശക്തികൾ ഇന്ന് ഗസയിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് പോലെ അന്നത്തെ ബിദ്ഈ ഭരണകൂടം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ, അത് ഏത് വലിയ നേതാക്കളാണെങ്കിലും പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തി, ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. മഹാനവറുകൾ 3 ദിവസത്തെ പട്ടിണി കഴിഞ്ഞ് സഹിക്കാൻ കഴിയാതെ എവിടുന്നോ കടം വാങ്ങി കൊണ്ടുവന്ന കുറച്ച് ഗോതമ്പ് മാവ് അത് വീട്ടിൽ കൊണ്ടുപോയി കുടുംബത്തോട് പറഞ്ഞു റൊട്ടി ഉണ്ടാക്കി കൊണ്ടുവരാൻ. അവർ വേഗം റൊട്ടി കൊണ്ടുവന്നു. മഹാനവറുകൾ ചോദിച്ചു, ഇത്ര വേഗം നിങ്ങൾ എന്തേ റൊട്ടി കൊണ്ടുവരാൻ കാരണം? അപ്പോൾ പറഞ്ഞു, നമ്മുടെ മകൻ സ്വാലിഹിന്റെ വീട്ടിലെ അടുപ്പും കല്ല് ചൂടായി കിടന്നിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് റൊട്ടി ചുട്ടു കൊണ്ടുവന്നത്. മഹാനവറുകൾ പറഞ്ഞു, വേണ്ട, സ്വാലിഹിന്റെ അടുപ്പിൽ ചുട്ട റൊട്ടി എനിക്ക് വേണ്ട. കാരണം മകനാണെങ്കിൽ പോലും സ്വാലിഹ് എന്ന മകനെ മഹാനവറുകൾ ബഹിഷ്കരിച്ചിരുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ അകറ്റി നിർത്താൻ, ബഹിഷ്കരിക്കാൻ കാരണം അന്നത്തെ മുഅ്തസിലി ഭരണകൂടത്തിൽ നിന്ന് രാജസമ്മാനം സ്വീകരിച്ചതിന്റെ പേരിൽ മുഅ്തസിലി ഭരണകൂടത്തോടും മുഅ്തസിലി ബിദ്അത്തുകാരോടും ഒരു അയഞ്ഞ സമീപനം സ്വീകരിച്ചതിന്റെ പേരിൽ, മൃദു സമീപനം സ്വീകരിച്ചതിന്റെ പേരിൽ പിതാവ് അവർക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ കണിശമായ നിലപാടോടെ ബിദ്അത്തിനെ പ്രതിരോധിക്കുമ്പോ ബിദ്അത്തുകാരനായതുകൊണ്ടല്ല,
മുഅ്തസിലിക്കാരൻ മുഅ്തസിലി വിശ്വാസിയായതിന്റെ പേരിലല്ല, മുഅ്തസിലി ബിദ്അത്തുകാരോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചതിന്റെ പേരിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ ബഹിഷ്കരിച്ചു, അവനുമായി ബന്ധം മുറിച്ചു. അവന്റെ അടുപ്പിൽ ചുട്ടെടുത്ത റൊട്ടി പോലും എനിക്ക് വേണ്ട, പട്ടിണി കിടന്നാലും മഹാനവറുകൾ ഭക്ഷണം കഴിക്കാതെ റൊട്ടി കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇതിനാണ് ആദർശത്തിന്റെ തീവ്രത എന്ന് പറയുക. അത് ബുദ്ധിശൂന്യതയല്ല. എന്തുകൊണ്ടാണ് ബിദ്അത്തിനെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി ശൈഖുനാ ശംസുൽ ഉലമ പോയത്? ഇന്നും ശൈഖുനാ ശംസുൽ ഉലമയുടെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലും മറ്റും ലഭ്യമാണല്ലോ, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ജമാഅത്തെ ഇസ്ലാമിയോട്, വഹാബികളോട് ശൈഖുനാ ശംസുൽ ഉലമയുടെ നിലപാട് എന്തായിരുന്നു? അവർക്കെതിരെ ചാട്ടുളി പോലെയുള്ള പദപ്രയോഗങ്ങൾ എങ്ങനെയായിരുന്നു? അവരുടെ നെഞ്ചകം കുത്തിക്കയറി തകർത്ത് തരിപ്പണമാക്കുന്ന വിധം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ പദപ്രയോഗങ്ങൾ പഠന വിഷയമാക്കണം. അത് ഈ കാലഘട്ടത്തിലെ സമസ്തക്കാർ പഠിക്കണം, സമസ്തയിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കണം, സുന്നികളാണെന്ന് പറയുന്നവർ പഠിക്കണം. ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാതെ. എന്തുകൊണ്ട്? ബിദ്അത്ത് നമ്മുടെ ഈമാൻ തകർക്കും, ബിദ്അത്ത് നമ്മുടെ ആഖിബത്ത് നഷ്ടപ്പെടുത്തും, ബിദ്അത്ത് സൂൽ ഖാത്തിമത്തിന് കാരണമാകും. ശൈഖുനാ ശംസുൽ ഉലമ വഫാത്തായി നമുക്കറിയാം. റബീഉൽ ആഖിറിലെ ആദ്യത്തെ തിങ്കളാഴ്ച സുബഹി ബാങ്കിന് മനോഹരമായി മറുപടി ചൊല്ലിയിട്ട് മൗലാന കെ.ടി. മാനമുസ്ലിയാർ മഹാനവറുകളല്ലേ പറഞ്ഞത്, ഓരോ ഉറൂസിനും ഇവിടെ ഈ മണൽത്തരികൾ പ്രകമ്പനം കൊണ്ടുകൊണ്ട് നമ്മൾ ഓർത്തെടുക്കാറുള്ള ചരിത്ര സംഭവം. വആഖിറു അൽഫാദിൽ അദാനി മുഖാരിനു ബിഅൻഫാസിഹിൽ ഉഖറല്ലതി ലം തുആഖബി. ആ തസ്ബീഹ്മാല അവസാന നിമിഷവും കയ്യിലുണ്ടായിരുന്നു. വുളൂഓടുകൂടെയാണ് ശൈഖുന ഈ ലോകത്തോട് യാത്ര പറയുന്നത്. യാസീൻ ഓതി പൂർത്തിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബഹി ബാങ്കിന്റെ അവസാനത്തെ കലിമക്ക്, അവസാനത്തെ ശ്വാസോച്ഛ്വാസം സുബഹി ബാങ്കിന്റെ കലിമയോട് ചേർന്ന് വന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ പുണ്യപൂമാനായ ശൈഖുനാ ശംസുൽ ഉലമ. അങ്ങനെ വഫാത്തായി പോയ മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ അനുസ്മരിച്ചല്ലോ. ഈ മുന്നിൽ കാണുന്ന മനോഹരമായ ഭവനം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത്? 20ലധികം ഹജ്ജ് ചെയ്തു. അവസാനത്തെ ഹജ്ജിന് പോകുമ്പോ മങ്കൂസ് മൗലിദ് ഓതി, ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. തന്റെ പിതാമഹനെ വല്ലിപ്പയെ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് ഇർതകബ്തു ചൊല്ലിയിട്ടാണ് പാടിപ്പോയത്. അശ്റഖ ബൈത്ത് ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് യാത്രാ സാമഗ്രികൾ എടുത്ത് ഇറങ്ങിപ്പോയത്. പരിശുദ്ധമായ ഹറമിൽ വെച്ച് വഫാത്തായി. ലക്ഷക്കണക്കിന് ആളുകളുടെ ജനാദ നിസ്കാരം ലഭിച്ചു. ജന്നത്തുൽ മുഅല്ല എന്ന ഖബർസ്ഥാനിൽ നമ്മുടെ നവോത്ഥാന നായകൻ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ഹദീസിലുണ്ട്, ജന്നത്തുൽ മുഅല്ലയിലെ ജന്നത്തുൽ ബഖീയിലെ 2 ഖബർസ്ഥാനിലെ ഖബറാളികൾ ഹിസാബില്ലാതെ സുഖലോക സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ നായകൻ രാജകുമാരനായി ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്നു. ഇവരൊക്കെ സുന്നികളായിരുന്നു, ഇവരൊക്കെ മൗലിദ് ഓതിയവരായിരുന്നു, ഇവർ ഖുത്ബിയത്ത് ചൊല്ലിയവരായിരുന്നു, ഹദ്ദാദ് ചൊല്ലിയവരായിരുന്നു. ആ പരമ്പരയിലാണ് ഇങ്ങനെയുള്ള പുണ്യമായ അമലുകൾ, മജ്ലിസുൻ നൂർ പോലെയുള്ള അമലുകൾ നമ്മൾ നിലനിർത്തുന്നത്. ഇത് സുന്നികളുടെ താവഴിയാണ്, ഇത് സുന്നി പരമ്പരയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ മരണപ്പെട്ടത് വുളൂഓടെ. നല്ല ദിവസങ്ങളിൽ, നല്ല രാവുകളിൽ കലിമ ചൊല്ലി പുഞ്ചിരിയോടുകൂടെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയുമല്ലോ. ഇതാണ് നമ്മുടെ പരമ്പര. ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇറാഖിലേക്കുള്ള സിയാറത്ത് യാത്രയിൽ ഒരുപാട് ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുമ്പോൾ ബഗ്ദാദിൽ നമ്മൾ സിയാറത്ത് ചെയ്യുന്ന മഹാനാണ് അല്ലാമ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു.
മഹാനവറുകൾ മരിക്കാൻ കിടക്കുമ്പോ പാട്ട് പാടുകയാണ്. കുല്ലു ബൈത്തിൻ അന്ത സാകിനുഹു ഗൈറു മുഹ്താജിൻ ഇലസ്സുറൂജി വജ്ഹുകൽ മഅമൂലു ഹുജ്ജതുനാ യൗമാ യഅതിൻ നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറൂജി. അല്ലാഹുവിന്റെ റസൂലേ അങ്ങന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയോ? മരിക്കാൻ കിടക്കുമ്പോ മുത്തുനബിയെ കാണുകയാണ്. ബഗ്ദാദിലെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിരിക്കുന്നു. മുത്തുനബി വഫാത്തായി പോയി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മഹാനായ അല്ലാമ ശിബിലി തങ്ങൾ വഫാത്താകുന്നത്. മരിക്കുമ്പോ മഹാനവറുകൾ കാണുകയാണ്, എന്റെ കൊച്ചു കുടിലിലേക്ക്, ഒരു സൗകര്യവുമില്ലാത്ത എന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് കടന്നു വന്നിരിക്കുകയോ? അങ്ങ് വന്നപ്പോ എന്തൊരു വെളിച്ചമാണ് ഈ വീട്ടിൽ, പിന്നെ വിളക്കിന്റെ ആവശ്യമില്ലല്ലോ. എന്തൊരു മനോഹരമായ പൂമുഖമാണ് അങ്ങയുടെ പൂമുഖം. അങ്ങയുടെ ഈ തിരുമുഖമാണ് നാളെ പരലോകത്ത് ഞങ്ങൾക്ക് വിജയിക്കാനുള്ള ഹുജ്ജത്ത് നബിയേ, ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ പാട്ട് പാടിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് കണ്ണടക്കുകയാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടത്തിലെ ആളുകൾ, ഇറാഖുകാര്, മഹാനവറുകളെ മനസ്സിലാക്കാൻ സാധിക്കാത്തവർ, അവര് മജ്നൂനാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മഹാനായ CM വലിയുല്ലാഹി മടവൂര് ശൈഖിനെ കുറിച്ച് ഭ്രാന്തനെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരില്ലേ ഇന്നും ബിദ്അത്തുകാര്. അള്ളാന്റെ ഔലിയാക്കളെ അങ്ങനെ പലതും പറഞ്ഞ് ആക്ഷേപിച്ചവരില്ലേ. അതേപോലെ ഒരു മഹാനായ ആലിമും വലിയുമായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബിലി തങ്ങൾ. എന്തായിരുന്നു മരിക്കുന്ന സമയത്ത് മുത്തുനബിയെ കാണാൻ കാരണം? അള്ളാന്റെ റസൂലിന്റെ വലിയ ആശിഖായിരുന്നു, മുഹിബ്ബായിരുന്നു. മഹാനവറുകൾക്കൊരു പതിവുണ്ടായിരുന്നു, 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞാൽ സാധാരണയുള്ള ദിക്റുകളൊക്കെ ചൊല്ലും. ആയത്തുൽ കുർസി ഓതും, അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം അതൊക്കെ ചൊല്ലും. 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലും. പക്ഷേ ആരും ചെയ്യാത്ത, മുത്തുനബി പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് ചെയ്തതല്ല. മഹാനവറുകൾ അതിനൊപ്പം ദുആ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ഖ് കൊണ്ട് സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്തുള്ള ഒരായത്ത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തോതും, ഈ ആയത്ത് മങ്കൂസ് മൗലിദിൽ ഓതുന്ന ആയത്താണ്. ഈ ആയത്തോതിയിട്ട് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലും, അതിനുശേഷമാണ് ദുആ ചെയ്യുക. ഇതിന് ഏതെങ്കിലും കിതാബിൽ തെളിവുണ്ടോ? ഇത് ഹുബ്ബാണ്. രാജാതിരാജനായ റബ്ബിനോടുള്ള ഹുബ്ബ് കൊണ്ട് പടച്ച റബ്ബിനെ മദ്ഹ് ചെയ്യുന്ന സയ്യിദു ആയിൽ ഖുർആൻ, ഖുർആനിലെ ആയത്തുകളുടെ നേതാവ് ആയത്തുൽ കുർസി ഓതും. എന്റെ ഹബീബിനോട്, മുത്തുനബിയോടുള്ള ഇഷ്ഖ് കൊണ്ട് അള്ളാന്റെ റസൂലിനെ പടച്ച റബ്ബ് മദ്ഹ് ചെയ്യുന്ന ഈ ആയത്തും മഹാനവറുകളോതും സ്വലാത്ത് ചൊല്ലും. അത് കിതാബിൽ തെളിവ് കണ്ടിട്ടല്ല, മുത്തുനബിയോടുള്ള ഹുബ്ബിന്റെ പേരിൽ അത് പതിവായിരുന്നു. മഹാനവറുകൾ അങ്ങനെയാണ് മരണപ്പെട്ടത്. അല്ലാമ ശിബിലി തങ്ങൾ വഫാത്തായതിന് ശേഷം ആ കാലഘട്ടത്തിലെ മറ്റൊരു വലിയായിരുന്നു അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ സ്വപ്നത്തിൽ കാണുകയാണ് അല്ലാമ ശിബിലിയെ. ആളുകൾ മുഴുവനും ഭ്രാന്തനെന്ന് കളിയാക്കിയിരുന്ന അല്ലാമ ശിബിലി മുത്തുനബിയുടെ ഒരു മജ്ലിസ്, സിദ്ദീഖ് തങ്ങളുണ്ട് റളിയല്ലാഹു അൻഹു, ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെയുണ്ട്, ഒരുപാട് ഇമാമിങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, നിറഞ്ഞ സദസ്സ്. ആ സദസ്സിലേക്ക് പുറകുവശത്തോടെ അല്ലാമ ശിബിലി തങ്ങൾ കടന്നു വരുന്നു. അബൂബക്കർ ഇബ്നു മുജാഹിദ് തങ്ങൾ മനാമിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു കണ്ടപ്പോ, ശിബിലി തആല യാ ശിബിലി, ശിബിലി ഇങ്ങോട്ട് വന്നാലും. മുത്തുനബി അടുത്തേക്ക് വിളിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് എത്തിയപ്പോ മുത്തുനബി എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ചു. ഫആനഖഹു, ശിബിലിയെ കെട്ടിപ്പിടിച്ചു. അല്ലാമ ശിബിലി തങ്ങളെ ഫഖബ്ബല ബൈന ഐനൈ, നെറ്റിത്തടത്തിൽ ചുംബിച്ചു. എന്നിട്ട് മുത്തുനബിയോട് ചേർത്തി അവിടെ തന്നെ ഇരുത്തി. അന്നത്തെ സദസ്സ് പിരിഞ്ഞു പോവുകയാണ്. ഞാൻ മെല്ലെ മുത്തുനബിയോട് അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ,
എന്റെ നാട്ടുകാര്, ബഗ്ദാദുകാര്, ഇറാഖുകാര് മുഴുവനും പറയുന്നു അന്നഹു മജ്നൂൻ, ഇയാൾ ഒരു ഭ്രാന്തനാണെന്ന്. അങ്ങ് എന്തുകൊണ്ടാണ് ഈ മഹാസദസ്സിന്റെ മുന്നിൽ, ഈ മഹാന്മാരുടെ മുന്നിൽ അങ്ങയിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിത്തടത്തിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ചത്? മുത്തുനബി പറഞ്ഞു, അതെന്റെ ആശിഖായ ശിബിലിയാണ്, എന്റെ മുഹിബ്ബായ ശിബിലിയാണ്. എന്നോടുള്ള ഇഷ്ക് കൊണ്ട്, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞാലും ഈ ആയത്തോതും, എനിക്ക് സ്വലാത്ത് ചൊല്ലും. അല്ലാത്ത സമയത്തും ധാരാളം സ്വലാത്ത് ചൊല്ലുക പതിവാണ് എന്റെ ശിബിലിക്ക്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ശിബിലിയെ എന്നിലേക്ക് ചേർത്തത് എന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ച് പറയുമ്പോ അവരൊക്കെ ഖുറാഫാത്തിന്റെ ആളുകൾ, അവരൊക്കെ പഴച്ചുപോയ ആളുകൾ, അവരൊക്കെ ശിർക്കിന്റെ ആളുകൾ എന്ന് പറയുന്നവരല്ലേ നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാര്. ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ, 10,000-കണക്കിന് ഇങ്ങനെയുള്ള മഹാരഥന്മാർ, വലിയ വലിയ ഇൽമിന്റെ നിറകുടങ്ങളായ മഹത്തുക്കൾ, അവരാണ് നമ്മുടെ വഴികാട്ടികൾ, അവരാണ് നമ്മുടെ നേതൃത്വം. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇവരൊക്കെ സുന്നി നേതാക്കളായിരുന്നു. അതാത് കാലഘട്ടങ്ങളിലെ ബിദ്അത്തുകാരോട് സമരം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനവറുകൾ വഫാത്താകുന്ന കാരണത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, ആ കാലഘട്ടത്തിലെ കറാമിയക്കാരെന്നറിയപ്പെടുന്ന ബിദ്അത്തുകാര് മഹാനവറുകൾക്ക് ഭക്ഷണത്തിൽ വിഷം നൽകി, ചതി നടത്തി. സുന്നി ഉലമാക്കളോട് ലോകം മുഴുവനും അറിയപ്പെടുന്ന തഫ്സീറുൽ കബീർ എഴുതിയ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനവറുകൾ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഞാൻ 70,000 മസ്അലകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ബിദ്അത്തുകാര് കളിയാക്കി, ഒരു സൂറത്തിൽ നിന്ന്, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് 70,000 മസ്അലയോ, മറ്റൊരഭിപ്രായത്തിൽ അതിനേക്കാൾ കൂടുതൽ ലക്ഷക്കണക്കിന് മസ്അലകൾ. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകൾ മാത്രമുള്ള ഒറ്റ സൂറത്തിൽ നിന്ന് ഞാൻ അത്ര മസ്അലകൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ അപ്പോഴും ബിദ്അത്തുകാര് കളിയാക്കി. കാരണം അവർക്ക് എന്തേ അറിയൂ, പരിഭാഷ വാങ്ങി വായിക്കുന്നവരല്ലേ. 7 ആയത്തിന് 7 വരി അർത്ഥം അവിടെ കഴിഞ്ഞു, അത്രയല്ലേ ബിദ്അത്തിന്റെ ബോധമുള്ളൂ, ബിദ്അത്തുകാരുടെ വിവരമുള്ളൂ. 7 ആയത്തിൽ നിന്ന് 70,000 മസ്അല ഞാൻ പറഞ്ഞു തരാമെന്ന് വലിയ ഒരാലിം പറയുമ്പോ അന്നത്തെ ബിദ്അത്തുകാർ കളിയാക്കി. അപ്പോഴാണ് മഹാനവറുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതിയത്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രം ഒരു തഫ്സീർ എഴുതിയത്. ആ തഫ്സീർ വെളിച്ചം കണ്ടതോടുകൂടെ ബിദ്അത്തുകാരെ മാളത്തിൽ ഒളിച്ചു. ഇമാം റാസി റളിയല്ലാഹു അൻഹു വളരെ ബുദ്ധിപരമായി, യുക്തിപരമായി, പ്രാമാണികമായി ആ കാലഘട്ടത്തിലെ ബിദ്അത്തുകാരെ നേരിട്ട സുന്നത്ത് ജമാഅത്തിന്റെ പടയാളിയായിരുന്നു, പടക്കുതിരയായിരുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 600-ലധികം വരുന്ന ഗ്രന്ഥങ്ങൾ, കിതാബുകൾ എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സുന്നി പണ്ഡിതനല്ലേ. ഓരോ കാലഘട്ടത്തിലെ മഹാരഥന്മാർ സിഹാഹുസ്സിത്തക്ക് മുഴുവനും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇബ്നു മാജ, തുർമുദി, നസായി, അബൂ ദാവൂദ് 4 പ്രധാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയ മഹാനാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാർക്ക് ഈ മഹാന്മാരെ അംഗീകരിക്കാൻ കഴിയോ? ഇമാം സുയൂത്തി തങ്ങളെ, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങളെ, അങ്ങനെയുള്ള മഹാന്മാരെ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ ഇബാദത്തിന് പോയി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇത്തികാഫിലിരുന്ന് അവിടെ ഒന്ന് വിശ്രമിച്ചു. ആ വിശ്രമത്തിൽ ഒന്ന് മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, 1 സെക്കൻഡ് തർഫത്തു ഐൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിൽ നിന്ന് മറയാറില്ല. ഉണർച്ചയിലാണെങ്കിലും ഉറക്കലാണെങ്കിലും യഖലത്തിലാണെങ്കിലും മനാമിലാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ 1 തർഫത്തു ഐൻ എന്നിൽ നിന്ന് മറഞ്ഞു പോയാൽ
ഫമാ അഅദത്തു മിനൽ മുസ്ലിമീൻ, എന്നെ ഞാൻ മുസ്ലിങ്ങളിൽ പെടുത്തുകയില്ല, ഞാൻ മുസ്ലിമാണ് എന്ന് ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു. ആ ശാദുലി ഇമാം എപ്പോഴും മുത്തുനബിയെ കാണും. അന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. മുത്തുനബിയുടെ മജ്ലിസിൽ ഒരുപാട് അമ്പിയാക്കളുണ്ട്. സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. മൂസാ നബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദ്യം ചോദിച്ചു. മുഹമ്മദ് നബിയെ, യാ റസൂലല്ലാഹ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ അല്ലേ? കാരണം ബനു ഇസ്രായേലികൾ ആരാ? മൂസാ നബിയുടെ ജനതയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയാണ് ബനു ഇസ്രായേൽ സന്തതികൾ. നബിയെ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഉമ്മത്തിലെ ഉലമാ ഞങ്ങളുടെ കൂട്ടത്തിലെ നബിമാരെ പോലെയാണ്. എന്നാൽ അത് എനിക്കൊന്ന് ബോധ്യപ്പെടാൻ ആഗ്രഹമുണ്ട്. മൂസാ നബിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അള്ളാനെ കാണണമെന്ന് പറഞ്ഞയാളല്ലേ. ഏത് കാര്യവും ബോധ്യപ്പെടാൻ ഒരു താല്പര്യമാണ്. നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ എനിക്കൊന്ന് കാണിച്ചു തരണം. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ആലിമിനെ ഇമാം അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഉടൻ തല ഉയർത്തി, എന്നിട്ട് വിളിച്ചു. ആരെയാണ് വിളിക്കുന്നത്? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ. ഇമാം ഗസ്സാലി തങ്ങളെ വിളിച്ചു. ഇമാം ഗസ്സാലി തങ്ങൾ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൂസാ നബിയെ, ഇതാ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ആലിമാണ്, ഞാൻ പറഞ്ഞ ആലിമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സംശയം തീർത്തോളൂ. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഒരു ചോദ്യം ചോദിച്ചു, പരീക്ഷിക്കാൻ വേണ്ടി. ഞങ്ങളുടെ നബിമാരെ പോലെയാണോ നിങ്ങളുടെ ആലിമീങ്ങൾ? ആ പരീക്ഷണത്തിന് വളരെ കൃത്യമായ ഒരേ ഒരൊറ്റ ചോദ്യം. ആ ചോദ്യത്തിന് ഇമാം ഗസ്സാലി തങ്ങൾ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞപ്പോൾ 10 ജവാബാണ്. ചോദ്യം 1, മറുപടി 10. അങ്ങനത്തെ ചോദ്യമാണ്. അങ്ങനെ മറുപടി കൊടുക്കേണ്ട ചോദ്യമാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ഒന്നുകൂടെ ഒന്ന് അളക്കാൻ വേണ്ടി ചോദിച്ചു. ഞാന് ചോദ്യം 1 പക്ഷെ മറുപടി 10. ഇതെന്താ കഥ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു, മൂസാ നബിയെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് ചോദിച്ചു. പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനു ശരീഫിലൂടെ പറഞ്ഞു, മൂസാ നബിയെ, ഖുർആനു ശരീഫിൽ നിങ്ങളോടുള്ള ഒരു ചോദ്യം പറയുന്നുണ്ട്. എന്താ മൂസാ നബിയെ നിങ്ങളുടെ കയ്യില്? ചോദ്യം 1. എന്താ നിങ്ങളുടെ കയ്യിലെന്നാ ചോദ്യമുള്ളൂ. അപ്പൊ എന്താ മറുപടി? അത് അസായ, എന്റെ വടിയാണ്. നിങ്ങൾ പിന്നെയും മറുപടി അവിടെ അവസാനിപ്പിച്ചില്ലല്ലോ. വടിയാണെന്ന് പറഞ്ഞാൽ ഒറ്റ മറുപടി മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞു? അത് വടിയാണ്, അതുകൊണ്ട് ഞാന് എന്റെ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഇല പൊട്ടിച്ചു കൊടുക്കാൻ, അഹുശു ബിഹാ അലാ ഗനമി അതവക്കഉ അലയ്യ, ഞാൻ അത് ചാരി നിൽക്കും. അത് എനിക്ക് യാത്രയിലും മറ്റുമൊക്കെ അത് കുത്തിപ്പിടിക്കാം. വിശ്രമവേളയിൽ എനിക്ക് ചാരി നിൽക്കാം. അതുകൊണ്ട് എന്റെ മൃഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്, വേറെയും നേട്ടങ്ങളുണ്ട്. ആ വടിയാണല്ലോ അത്ഭുതകരമായ ആ വടി, ഒരുപാട് മോചിതത്തുകൾ വെളിവാക്കിയ വടി. ആ വടി യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ വടി സൈന്യാധിപനായിട്ടുണ്ട്. ആ വടി ആയുധമായിട്ടുണ്ട്. ആ വടി ഇട്ടപ്പോ സാഹിര്യങ്ങളുടെ മുന്നിൽ പാമ്പായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആ വടിക്കുണ്ട്. എന്തിനാണ് നിങ്ങൾ ചോദ്യം 1 ഒരുപാട് ജവാബുകൾ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് തിരിച്ച് ഒരു തോണ്ടിയുള്ള ഒരു ചോദ്യം പറഞ്ഞതോടുകൂടെ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം കെട്ടിപ്പിടിച്ചു, അംഗീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സമ്മതിച്ചു നബിയേ, അങ്ങയുടെ ഉമ്മത്തിലെ ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. എനിക്ക് ബോധ്യപ്പെട്ടു. ഇതാരാ പറയുന്നത്? സത്യം മാത്രം പറഞ്ഞ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള ഉലമാഇന്റെ പരമ്പരയാണ് നമ്മുടെ പരമ്പര. ഈ പരമ്പരയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്ത പരമ്പര. കേരളത്തിലേക്ക് വരുമ്പോ സ്വഹാബത്തിൽ നിന്ന്, താബിഉകളിൽ നിന്ന്, താബിഉകളിൽ നിന്ന് കിട്ടി 500 കൊല്ലത്തിലധികം മഹാന്മാരായ മഖ്ദൂമി ആലിമീങ്ങളിലൂടെ, പണ്ഡിതന്മാരിലൂടെ, വലിയ വലിയ ഇമാമുകളിലൂടെ പരമ്പരയായി കിട്ടിയ ഈ വിശുദ്ധമായ ഇൽമിന്റെ വഴി, ആ വഴി ഇവിടെ നിലനിൽക്കണ്ടേ?
ആ വഴി ഏറ്റവും വലിയ മഹത്വമുള്ള വഴിയല്ലേ? ഉലമാഇനെ നിന്ദിക്കുന്ന ഒരു രീതി ഉണ്ടായിക്കൂടാ. ഉലമാഇനെ അപഹസിക്കുന്ന കളിയാക്കുന്ന രീതി വന്നുകൂടാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആക്ഷേപിക്കുമ്പോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കളിയാക്കുമ്പോ, സമസ്തയുടെ മുശാവറ അംഗങ്ങളെ കരിവാരിത്തേക്കുമ്പോ, അവരെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇട്ട് താറടിക്കുമ്പോ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാണുന്ന ആളുകളോടല്ല നിങ്ങൾ എതിരിടുന്നത്. അത് അപകടകരമായ ഒരു എതിരിടലാണ്. ഇവർ ഔലിയാക്കളാണ്, ഔലിയാക്കളുടെ താവഴിക്കാരാണ്, ഇവർ അമ്പിയാക്കളുടെ താവഴിക്കാരാണ്. അവരെ വേദനിപ്പിച്ചാൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ആദന്തുഹു ബിൽ ഹർബ്, ഞാനാണ് അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആരോടെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് ഇസ്രായേൽ അല്ല യുദ്ധത്തിന് വരുന്നത്, അമേരിക്കയുടെ പടക്കോപ്പമായിട്ടുള്ള യുദ്ധത്തിനുള്ള വരവല്ല. അതൊന്നും ഭയപ്പെടാനുള്ളതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാലിഖായ റബ്ബ് ഒരു വിഭാഗത്തോട് ദേഷ്യപ്പെടും എന്നല്ല, ഒരു വിഭാഗത്തോട് കരുണ കാണിക്കുകയില്ല എന്നല്ല, ഒരു വിഭാഗത്തോട് റഹ്മത്ത് ചെയ്യുകയില്ല എന്നല്ല, ഒരു വിഭാഗത്തെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്നല്ല. ഏറ്റവും കടുത്ത വാദം, ഏറ്റവും കടുത്ത പ്രഖ്യാപനം, അവരോട് ഞാൻ നേരിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അള്ളാന്റെ ഔലിയാക്കൾ ഉലമാക്കളല്ലേ? ഉലമാക്കൾ ഔലിയാക്കൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഔലിയാക്കൾ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേവലം ഒരു സംഘടനയല്ല. ശൈഖുനാ ശംസുൽ ഉലമ പഠിപ്പിച്ചതുപോലെ ഇത് ഇലാഹിയായ ഒരു സംവിധാനമാണ്, ഇത് ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ്, ഇത് പടച്ച റബ്ബിന്റെ ഖബൂലിയത്ത് കിട്ടിയ ഒരു സംഘടനയാണ്, ഇത് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ ഒരു സംവിധാനമാണ്, ഇത് ഇൽമിന്റെയും ഉലമാഇന്റെയും പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ്. ആലിമീങ്ങളെ ചെറുതായി കാണണ്ട. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആലിമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരിക്കൽ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ പിന്നെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവായി അറിയപ്പെട്ടവരല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇന്ന മുആദ് ഇബ്നു ജബൽ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. ആരാ ഇങ്ങനെ പറയുന്നത്? ഖുർആൻ മുഴുവൻ പഠിച്ച, ഖുർആൻ മനപ്പാഠമുള്ള സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതൻ. അപ്പൊ കേട്ടവര് തിരുത്തി, മഹാനവറുകളെ അങ്ങനെയല്ലല്ലോ, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. ഖുർആനിലെ ആയത്തല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞതല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോ തിരുത്തി കൊടുത്തപ്പോ പിന്നെയും ഓതി അങ്ങനെ തന്നെ, ഇന്ന മുആദ് ഇബ്നു ജബൽ, ഇന്ന മുആദ് ഇബ്നു ജബൽ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. അപ്പൊ മഹാന്മാർക്ക് മനസ്സിലായി ഇത് ആയത്ത് തെറ്റിപ്പോയതല്ല, മനഃപൂർവ്വം പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ അതേ വിശേഷണങ്ങൾ മുത്തുനബിയുടെ സ്വഹാബിയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. എന്നിട്ട് മഹാനവറുകൾ വിശദീകരിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഉമ്മത്ത് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ആരാണ് ഉമ്മത്ത്? ഉമ്മത്ത് അല്ലദീ യുഅല്ലിമുൻ നാസൽ ഖൈർ, ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന, ജനങ്ങളെ ഖൈറായ വഴിക്ക് ക്ഷണിക്കുന്ന, ജനങ്ങൾക്ക് ഖൈറിന്റെ വഴികൾ ബോധ്യപ്പെടുത്തുന്ന ആലിമീങ്ങൾ, അവരാണ് ഉമ്മത്ത്. അവരൊരു വ്യക്തിയല്ല, ഒരു ആലിം ഒരു വ്യക്തിയല്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഇന്നഹു യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വരിക ഇമാമൽ ഉലമാ,
ഉലമാക്കളുടെ ഇമാമായിട്ട് ഇൽമിന്റെ കൊടി പിടിച്ചുകൊണ്ട് മഹാന്മാര് 100 കണക്കിന് കൊടിവാഹകരുണ്ടാകും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നീതിയുടെ അദലിന്റെ പതാകവാഹകൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഓരോ പതാകവാഹകരുണ്ട്. ആ കൂട്ടത്തില് ഇൽമിന്റെ പതാകവാഹകനായി ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം. എൻ്റെ ഉമ്മത്തിലെ ഹലാലും ഹറാമും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫിഖഹിയായ വിജ്ഞാനം, ഫിഖഹി കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങളിൽ ഏറ്റവും വലിയ ആലിമാണ് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഞാനിത് പറയാൻ കാരണം ഉലമാ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ പതാകക്ക് പിന്നിൽ അണിനിരക്കുമ്പോ, ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ മഹാന്മാര് അണിനിരക്കുമ്പോ ആ കൂട്ടത്തില് സമസ്തയുടെ സമുന്നതന്മാരായ ഉലമാക്കൾ ഉണ്ടാകും. അത് ഉറച്ചു വിശ്വസിക്കുന്നവരല്ലേ നമ്മളൊക്കെ. കാരണം ഇവിടെ കിടക്കുന്ന മഹാനായ വരക്കല തങ്ങളുപ്പാപ്പ വലിയ ആലിമായിരുന്നില്ലേ? ഈ മഹത്തായ പ്രസ്ഥാനത്തിന് അവരന്ന് തുടക്കം കുറിക്കുമ്പോ ഇൽമിന്റെ ബഹറുകളായ ത്വരീഖത്തിന്റെ മശായിഖന്മാരായ വലിയ സൂക്ഷ്മതയുള്ള ഔലിയാക്കളായ മഹാരഥന്മാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ, ഖുത്ബി തങ്ങൾ, ഈ മഹാന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയല്ലേ? വലിയ മഹാന്മാർ, അവരുടെ അതേ പരമ്പര, അതിൽ ഒരു കുറവുമില്ലാതെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി ഇന്ന് സമസ്തയുടെ മുശാവറയിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഒളവുണ്ണ ഉസ്താദിനെ പോലെ മഹാരഥന്മാരായ നമ്മുടെ നേതാക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതുകൊണ്ട് അവരുടെ തീരുമാനത്തിൽ തെറ്റുപറ്റൂല. നമ്മളത് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇന്ന് വ്യാപകമായ പ്രചരണങ്ങളല്ലേ, സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തെറ്റുപറ്റിപ്പോയി, അത് അബദ്ധമാണ്. അതിനെ സമസ്തയുടെ മുശാവറയുടെ തീരുമാനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ചോദ്യം ചെയ്യാനും കുറെ ആളുകൾ വരുന്നത്, സമസ്തയുടെ ഉലമാക്കളെ കളിയാക്കാൻ വരുന്ന ആളുകൾ, നമ്മുടെ നേതാക്കളെ നിന്ദിക്കാൻ വരുന്ന ആളുകൾ, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾ അതിന്റെ അപകടം എന്തേ തിരിച്ചറിയാത്തത്? ബഹുമാനപ്പെട്ട സയ്യിദ് OMS തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മജ്ലിസുൻ നൂർ ചൊല്ലി തങ്ങളുടെ നസീഹത്തും ദുആയും ഈ സദസ്സിൽ നടക്കാനുണ്ട്. നമ്മളൊക്കെ ആവേശത്തോടെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന് വേണ്ടി ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് പ്രമേയം. ഞാൻ പറഞ്ഞല്ലോ, സമസ്തയുടെ 100 കൊല്ലത്തെ കാര്യം പറയാനല്ല, സമസ്തയുടെ 100 കൊല്ലത്തെ പാരമ്പര്യം എന്നത് അതിന് മുമ്പുള്ള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ്. 1500 കൊല്ലത്തെ പാരമ്പര്യമാണ്. മുത്തുനബിയുടെ പാരമ്പര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ ഇന്ന് 1500ാമത്തെ മീലാദ് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ കൊണ്ടാടിയപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ 1500 കൊല്ലത്തെ മുത്തുനബിയുടെ പൈതൃകം പാരമ്പര്യം അത് ഏറ്റെടുത്തവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കൾ. അതാണ് സമസ്തയുടെ പാരമ്പര്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അജയ്യമായി മുന്നോട്ട് പോകും. സമസ്ത അജയ്യമായി മുന്നോട്ട് പോകണം. സമസ്തയുടെ നിലനിൽക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യാനല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് ചില ആളുകൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താതെ, എല്ലാ ബിദ്അത്തുകാരെയും നമ്മിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇസ്ലാം പറയുക. ചില മഹല്ലിലെ ഖത്തീബുമാരോടൊക്കെ നിർദ്ദേശമാണ്, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പറയരുത്, നിങ്ങൾ ബിദ്അത്തിനെ പറയരുത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാറ്റർ പ്രസംഗിച്ചാൽ മതി. വെള്ളിയാഴ്ച ജുമുഅയോടനുബന്ധിച്ച് പ്രസംഗിക്കുമ്പോ, റമദാനിൽ ക്ലാസ് വെക്കുമ്പോ ഈ ചില ആളുകൾ നോട്ട് കൊടുക്കുകയാണ്. ആർക്ക്? ഉസ്താദിന്. ഇതൊന്നും പറയാൻ പാടില്ല, ഇന്നതേ പറയാവൂ. എന്തിനാണ് നിയന്ത്രണം? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്ലാം, അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാകുമോ? അല്ലാഹുവിന്റെ റസൂൽ മാറ്റി നിർത്താൻ പറഞ്ഞ
പറഞ്ഞവരെ മാറ്റി നിർത്തണ്ടേ? എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. അതിൽ 72 വിഭാഗവും കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ഇത് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ? നരകത്തിലാണ്. ഒരു കോംപ്രമൈസും ഇല്ലാതെ, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു റഹ്മത്തുമില്ലാതെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവർ നരകത്തിലാണ്. നരകത്തിലേക്ക് മുത്തുനബി അകറ്റിയവരെ നമ്മൾ എങ്ങനെയാണ് ചേർത്തിപ്പിടിക്കുക? നമ്മൾ ചേർത്തിപ്പിടിക്കേണ്ടത് ആരെയാണ്? മാ അന അലൈഹി വഅസ്ഹാബി. സിറാത്തുൽ മുസ്തഖീം എന്ന ധാര ശൈഖുനാ ശംസുൽ ഉലമ പറയാറുണ്ട്, ഇതൊരു ചങ്ങലയാണ്. ആ ചങ്ങലയിലാണ് ഈ ഉലമാക്കളൊക്കെ മുറുകെ പിടിച്ചത്, ഈ ഔലിയാക്കളും ഖുതുബീങ്ങളും സാദാത്തുകളും മുറുകെ പിടിച്ചത്. ആ ചങ്ങലയിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, എല്ലാ ബിദ്അത്തുകാരും ഒന്നിച്ചിരിക്കണം എന്നല്ല ഈ ആയത്തിനർത്ഥം. നേരായ വഴി, സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ ഒരേ ഒരു വഴി, ഒരേ ഒരു കയർ, ഒരേ ഒരു പാശം, ഒരേ ഒരു ചങ്ങല. നേരായ വഴിയിൽ നിങ്ങളും വന്ന് ചേരുക, നിങ്ങളും വന്ന് മുറുകെ പിടിക്കുക. വിജയിക്കുന്ന വഴി ഒറ്റ ഒന്നേ ഉള്ളൂ. ആ വഴി എന്ന് നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ബിദ്അത്ത് നമ്മുടെ ഈമാൻ അപഹരിച്ചു കൊണ്ടുപോകും. ബിദ്അത്ത് നമ്മുടെ തഖ്വ കട്ടുകൊണ്ടുപോകും. ബിദ്അത്ത് നമ്മുടെ ഹൃദയത്തിൽ അപകടകരമായ മാറാലക്കെട്ടുകൾ നിറക്കും. ബിദ്അത്ത് ഈമാനിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയും. നമുക്ക് മരിക്കുമ്പോ ഈമാൻ കിട്ടണം, തൗഹീദിന്റെ ആളുകളാവണം, കലിമ ചൊല്ലി മരിക്കാൻ കഴിയണം. ശംസുൽ ഉലമയുടെ വഴി പാരമ്പര്യമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അത് നമ്മുടെ ആത്മീയതയിൽ അലിഞ്ഞു ചേരണം. നമുക്കും ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണം. അതിനു വേണ്ടിയാണ് സമസ്ത, അതിനു വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ടാണ് സമസ്ത ഒരുപാട് ത്വരീഖത്തുകളെ കള്ളത്വരീഖത്തുകളായി പ്രഖ്യാപിച്ചത്. സമസ്തയുടെ പണി എന്താ? ഒരുപാട് ആളുകളെ ഇത് സമസ്ത ചെയ്യണോ? കുറെ ശത്രുക്കളെ ഉണ്ടാക്കണോ? വഹാബികളെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് ഈ ഉമ്മത്തിനോട് അവരെ കുറിച്ച് ബോധവൽക്കരണം നടത്തി. വഹാബികൾ അപകടകാരികളാണ്, ഇത് പറയാനാണ് സമസ്ത രൂപീകരിച്ചത് തന്നെ. മൗദൂദികൾ വന്നപ്പോ അവർ അപകടകാരികളാണെന്ന് പറഞ്ഞു. തബ്ലീഗുകാർ വന്നപ്പോ വലിയ ആപത്താണെന്ന് പറഞ്ഞു. ഓരോ കള്ളത്വരീഖത്തുകാർ വന്നപ്പോ അപകടമാണ് മുസ്ലിമേ, അങ്ങോട്ട് പോകരുത്, ഈമാൻ നഷ്ടപ്പെടുത്തരുത്. എന്തിനാണ് സമസ്ത കുറെ ശത്രുക്കളെ ഉണ്ടാക്കിയത്? അതിന്റെ പേരിൽ വ്യക്തിപരമായി അവരിൽ നിന്നൊക്കെ എന്തൊക്കെ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വന്നാലും. അപ്പോ വഹാബികൾ പറഞ്ഞു ശംസുൽ ഉലമയെ കുറിച്ച് മുശ്രിക്കാണെന്ന്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കാണെന്ന്. ഇന്ന് സയ്യിദുൽ ഉലമയെ കുറിച്ച് ഒരു വഹാബി പ്രഭാഷകൻ പറഞ്ഞത് എന്താണ്? അബൂജഹലിന്റെ ഈമാനും ജിഫ്രി തങ്ങളുടെ ഈമാനും അളന്നു നോക്കിയാൽ അബൂജഹലിന്റെ ഈമാനാണ് ഒരു പണത്തൂക്കം മുന്നിലുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങളെ സയ്യിദുൽ ഉലമയെ താറടിക്കുമ്പോ അതൊക്കെ പൂമാല പോലെ ഏറ്റെടുക്കുന്നവരാണ്. എന്തൊക്കെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ബിദ്അത്തുകാരിൽ നിന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശത്രുക്കളിൽ നിന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്തൊക്കെ ചീത്ത വാക്കുകളും കുത്തുവാക്കുകളും എന്തൊക്കെ അപകടകരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അതൊക്കെ പൂമാലയായി സ്വീകരിച്ച് വളരെ പക്വതയോടുകൂടെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസ്സനെ പ്രദാനം ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളോടൊപ്പം കേരളത്തിലെ വിവിധ കബീലകളിലൂടെയുള്ള തങ്ങന്മാർ, ബഹുമാനപ്പെട്ട ജമലുല്ലൈലി കബീലയിലെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ബുഖാരി കബീലയിലെ, ഐദറൂസി കബീലയിലെ, ജിഫ്രി കബീലയിലെ, ശിഹാബുദ്ദീൻ കബീലയിലെ, അതേപോലെ ഐദറൂസി, റിഫായി, ഇങ്ങനെ വ്യത്യസ്തമായ കബീലകളിലൂടെ ഉള്ള പ്രത്യേകിച്ച് ഹദറമി സാദാത്തുക്കൾ, ഇവിടെ കിടക്കുന്ന ബാലവി പരമ്പരയിലെ മഹാന്മാർ, ഇവരൊക്കെ മഹാന്മാരായ സമസ്തയുടെ കൂടെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? അൽഹംദുലില്ലാഹ്, നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ തങ്ങന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. സാദാത്തുക്കളെ മുന്നിൽ നിർത്തുന്ന പാരമ്പര്യം സമസ്ത നമുക്ക് പഠിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഈ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ സയ്യിദന്മാർ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പാണക്കാട്ട് സാദാത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകുന്നു. ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങൾ ഉൾപ്പെടെ, അതേപോലെ OMS തങ്ങൾ ഉൾപ്പെടെ അവരൊക്കെ നമ്മുടെ പരിപാടികളിലേക്ക് കടന്നു വരുന്നു. ഇവരൊക്കെ സുന്നികളാണ്, ഇവരൊക്കെ സുന്നി നേതാക്കന്മാരാണ്. ഈ തങ്ങന്മാരുമായി നമ്മുടെ ബന്ധം എന്താണ്? ഈ തങ്ങന്മാർ നമുക്ക് ചരട് മന്ത്രിച്ചു തരുന്നവരാണ്, നൂല് മന്ത്രിച്ചു തരുന്നവരാണ്, വെള്ളം മന്ത്രിച്ചു തരുന്നവരാണ്, ഉറുക്ക് തരുന്നവരാണ്, ആത്മീയ ചികിത്സ നടത്തി തരുന്നവരാണ്, മന്ത്രിച്ചു തരുന്നവരാണ്. അവരാണ് നമ്മുടെ മജ്‌ലിസുൻ നൂർ നടത്താൻ പറഞ്ഞത്. അവരാണ് നമുക്ക് ആത്മീയമായ വഴികാട്ടികളായത്.
ഇവർക്കെതിരെ ഈ തങ്ങന്മാരെ അതിന്റെ പേരിൽ അവരിങ്ങനെയുള്ള ആത്മീയത നടത്തിയതിന്റെ പേരിൽ അവരെ, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാർ ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിലെ മേൽശാന്തിമാരാക്കണമെന്ന് പറഞ്ഞതാരാ? ഇവിടുത്തെ വഹാബികളും മൗദൂദികളുമല്ലേ? പാണക്കാട്ട് തങ്ങന്മാരുൾപ്പെടെ കേരളത്തിലെ സകല തങ്ങന്മാരെയും നിന്ദിച്ചതാരാ? ഇവിടുത്തെ വഹാബികളും മൗദൂദികളുമല്ലേ? കാരണം അവർക്ക് ആത്മീയത സഹിക്കൂല, അവർക്ക് ആത്മീയ ചികിത്സകൾ സഹിക്കൂല. അവർക്ക് ഈ തങ്ങന്മാർ ചെയ്യുന്നത് മുഴുവനും ഖുറാഫാത്താണ്, അവർ ഈ ഉസ്താദുമാർ ചെയ്യുന്നത് മുഴുവനും ശിർക്കാണ്. നമ്മൾ ചൊല്ലാൻ പോകുന്ന മജ്‌ലിസുന്നൂർ ഉൾപ്പെടെ അവർക്കൊക്കെ ഏറ്റവും വലിയ അലർജിയാണ്. ബിദ്അത്തുകാരാ, നിങ്ങൾക്ക് അലർജിയായത് ആത്മീയ മധുരമായി ഏറ്റെടുത്തവരാണ് ഞങ്ങൾ. ഒരു ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ, ഒരു യാസീൻ ഓതാൻ പറഞ്ഞാൽ, ഒരു ഖത്മുൽ ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടി ഒളിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് ഹദ്ദാദും മൗലിദും ഖുതുബിയത്തും ഈ പുണ്യകർമ്മങ്ങൾക്കും നിങ്ങൾക്ക് അലർജിയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഈമാൻ വളർത്താനുള്ള ഏറ്റവും വലിയ ആത്മീയതയുടെ വഴിയടയാളങ്ങളാണ്. ഇത് ചൊല്ലി ഈമാൻ അധികരിക്കുന്നവരാണ്, ഈ മാർഗങ്ങളിലൂടെ പടച്ച റബ്ബിലേക്ക് അടുക്കുന്നവരാണ്. തൗഹീദിൽ ഞങ്ങളുടെ ആദർശവും തൗഹീദിലുള്ള വിശ്വാസവും ഈ കർമ്മങ്ങളിലൂടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കാറുള്ളത്. ഞങ്ങളാണ്, സുന്നികളാണ്, ധാരാളം ദിക്ർ ചൊല്ലുന്നവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളുടെ പള്ളികളിലാണ് തസ്ബീഹ് മാലകൾ, ഞങ്ങളാണ് ദിക്റിന്റെ ഹൽഖകൾ നടത്തുന്നവർ, ഞങ്ങളാണ് സ്വലാത്ത് ചൊല്ലുന്നവർ, ഞങ്ങളാണ് ഖുർആൻ ഓതുന്നവർ, ഞങ്ങളാണ് ധാരാളം ഖത്തം തീർക്കുന്നവർ. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ പിതാവ് സമസ്തയുടെ മുശാവറ അംഗമായിരുന്നു. ശൈഖുന ഓ കുട്ടി മുസ്ലിയാർ അമ്പലക്കടവ് ഖുർആൻ ഓതി, അങ്ങനെ ഖുർആനിൽ ആയത്തുകൾ ഓതി യാ അല്ലാഹ് യാ റബ്ബനാ യാ അഫൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ വഫാത്തായി. ഹാഫിളായിരുന്നു. എങ്ങനെയാണ് ഹാഫിളായത്? മക്കൾ പറയാറുണ്ട്, വാപ്പ കോട്ടയത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കുട്ടി ഉസ്താദ് വീട്ടിലേക്ക് വരുമ്പോ ദൂരെ നിന്ന് തന്നെ മനോഹരമായ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം കേൾക്കാം. ഉപ്പങ്ങനെ വരുമ്പോ ഖുർആൻ ഓതിയിട്ടാണ് വരിക. ഞങ്ങൾക്ക് മനസ്സിലാകും ഉപ്പ വരുന്നു എന്ന്. യാത്രയിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിലും ഒഴിവ് വേളകളിലൊക്കെ ഖുർആൻ ഓതി 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 ഹാഫിളായി. ബഹുമാനപ്പെട്ട ശൈഖുന ഓ കുട്ടി ഉസ്താദ് അമ്പലക്കടവ്, അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ഖുർആനിന്റെ അഹ്ലുകാർ സുന്നികളാ, ദിക്റിന്റെ അഹ്ലുകാർ സുന്നികളാ. അതുകൊണ്ടാണ് ഖുർആൻ ഓതി മരണപ്പെട്ടത്, ദിക്ർ ചൊല്ലി മരണപ്പെട്ടത് നമ്മുടെ ഉലമാക്കളൊക്കെ. നമുക്ക് പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ ഇത് ഇജാസത്ത് തന്നത് എന്തിനു വേണ്ടിയാ? യസ്സിർ സകറാത്തിൽ ലിയാ തുമീതു ദീനൽ മുൻജിയ യാ മൻ ബഖി അൻഹാവിയ ഖിനി ദവാമൻ യാ അല്ലാഹ്. ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് മജ്‌ലിസുന്നൂറിൽ പങ്കെടുക്കുമ്പോൾ ഈ വരികളെത്തുമ്പോൾ രണ്ട് കൈയും ഉയർത്തിയിട്ട് റബ്ബേ മരണം നന്നാക്കണം, സക്കറാത്ത് എളുപ്പമാക്കണം. യസ്സിർ സകറാത്തിൽ ലിയാ തുമീതു ദീനൽ മുൻജിയ, നല്ല മരണം ലഭിക്കണം. 3 തവണ ആവർത്തിച്ച് നമ്മുടെ മജ്‌ലിസുന്നൂറിൽ ചൊല്ലുന്നത് നമ്മുടെ ലക്ഷ്യം ആഖിബത്ത് നന്നാവലാണ്. ഇവരോട് ആരോടുമുള്ള വിരോധമല്ല, നമുക്ക് ഈ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടലാണ്. അതിന് സമസ്ത നമ്മുടെ ആത്മീയ വഴിയാണ്. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസുന്നൂർ ചൊല്ലി ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ OMS തങ്ങൾ അൽഹംദുലില്ലാ നമുക്കറിയാം വളരെ മനോഹരമായി പ്രൗഢമായി ഇത്തരത്തിലെ സദസ്സുകളിൽ നസീഹത്ത് നൽകാനും ദുആ ചെയ്യാനും നമുക്ക് ആത്മീയമായ ആവേശം നൽകിക്കൊണ്ട് നേതൃത്വം നൽകുന്ന മഹാനാണ് ആ കുടുംബം. OMS തങ്ങളുടെ ആ കുടുംബം, ആ കുടുംബത്തിലെ സാദാത്തുക്കളൊക്കെ അൽഹംദുലില്ലാ നമുക്ക് മുതൽക്കൂട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ വരുമ്പോ ശംസുൽ ഉലമയുടെ അടുത്ത് വരുമ്പോ, വരക്കല തങ്ങൾ ഉപ്പാപ്പയുടെ അടുത്ത് വരുമ്പോ ആത്മീയത കൊണ്ട് എത്രയോ ആളുകൾ വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നു, ഇവിടെ ദുആ ചെയ്തു പോകുന്നു, കണ്ണീരൊലിപ്പിച്ചു പോകുന്നു. അൽഹംദുലില്ലാ ഇവിടെ ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ധാരാളം സഹോദരിമാരുണ്ട്. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് അസ്ഹാബുൽ ബദറിലേക്ക് ഈ പുണ്യമായ സദസ്സിൽ അലിഞ്ഞു ചേരുകയാണ്. അസ്ഹാബുൽ ബദറിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്താൻ പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആ ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. ഈ സദസ്സിലേക്ക് സ്വതക്ക നൽകിയ എല്ലാ ആളുകളുടെ സ്വതക്കകൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നേർച്ച നൽകിയവർ, സിയാറത്തിന് വന്ന് ഇവിടെ നേർച്ചപ്പെട്ടിയിൽ സ്വതക്ക നൽകിയവർ, ദുആ കേൾപ്പിച്ചവർ പല ആളുകളുണ്ട്. എന്റെ ഒരു സുഹൃത്ത്, ചെറുപ്പക്കാരനായ ഒരു സുഹൃത്ത്, കൊപ്പത്തുള്ള ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ പടച്ച റബ്ബ് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചു പറഞ്ഞു ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇവിടെ വരുമ്പോ ഇവിടെ മുത്തഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക്
ഒരു സംഭാവന, കാര്യമായ ഒരു സംഭാവന തന്നെ നൽകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ചെറുപ്പക്കാരന്റെ രോഗത്തിന് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ, സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.